സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട എടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് പുഴുങ്ങി 10-12 വെളുത്തുള്ളി എടുത്ത് ഒന്ന് ചതക്കി വയ്ക്കാം. 3 പച്ചമുളകും വേണം. ഒരു സവാളയും വേണം. അത് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒതുക്കിയെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലിട്ട് സവോളയും പച്ചമുളകും ഒന്ന് ഒതുക്കിയെടുക്കാം. വെളുത്തുള്ളി വേറെ അരച്ചുമെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഈ അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ്. ഉണ്ടാക്കിയെടുക്കുവാൻ അത്ര പണിയുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ വഴറ്റിയാലാണ് അതിൻ്റെ ശരിയായ സ്വാദുണ്ടാവുക. എണ്ണ കുറച്ച് നല്ലതുപോലെ ഒഴിക്കുകയാണെങ്കിൽ എണ്ണ തെളിഞ്ഞു വരും. ഇതിൽ ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നോക്കി മൂപ്പിച്ചെടുക്കണം. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമല്ലെങ്കിൽ ക്രീമോ പശുവിൻ പാലോ ഒഴിച്ചു കൊടുക്കാം.
എനിക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കിയത്. രണ്ടിനും രണ്ട് തരം സ്വാദായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി ഓട് പൊളിച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ഓരോരോ വരകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് മുറിച്ചാണ് ഇടേണ്ടതെങ്കിൽ അതുപോലെയും ഇടാം. എനിക്ക് ഓരോരോ ദിവസവും പുതിയ പുതിയ കറികൾ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്. അത് സ്വാദുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. വീട്ടിലുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ മുട്ട നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പുഴുങ്ങിയ മുട്ടയായതുകൊണ്ട് പൊട്ടിപ്പോവില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ സ്വാദ് അറിയുകയുള്ളൂ. ഇനി ഇത് 2 മിനിറ്റ് നേരം മൂടി വെക്കാം. അതിനുശേഷം തുറന്ന് എടുക്കാവുന്നതാണ്. നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കൂ.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.